നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഗ്രാമറിൻ്റെ ക്ലാസ് എടുക്കുന്നതോടൊപ്പം ഇംഗ്ലീഷ് കവിതകൾ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് പേരുടെ ആഗ്രഹമാണ്, ഒരുപാട് പേരുടെ ആവശ്യമാണ്. കവിതകൾ പഠിക്കുക എന്ന് പറയുമ്പം പ്രധാനപ്പെട്ട, അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് കവിതകൾക്കുള്ളത്, ഇംഗ്ലീഷ് കവിതകൾക്കുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കവിയെ പറ്റി അല്ലെങ്കിൽ കവയിത്രിയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കവി അഥവാ കവയിത്രി ജനിച്ചത്, ആ കവയിത്രി അല്ലെങ്കിൽ കവിയുടെ കുടുംബത്തെപ്പറ്റി, അവർക്ക് ആ കുടുംബത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കുടുംബത്തിന് സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്, അതായത് ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ അവർക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ്, സംഭാവനകളാണ് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളതിനെ പറ്റി, ജീവിതത്തെപ്പറ്റി പൊതുവായും, ഒപ്പം അവരെ മരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കാലം എന്തായിരുന്നു എന്നതിനെ പറ്റിയുമൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കവിയെ പറ്റി ആരോടെങ്കിലും നമുക്ക് എന്താണ് കവി ഇംഗ്ലീഷ് സാഹിത്യത്തിന് പ്രദാനം ചെയ്തത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്കത് പറയാൻ കഴിയണം. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവികളിൽ ഒരാളാണ്, ശരിക്കും പറഞ്ഞാൽ റൊമാൻറ്റിസിസത്തിൽ നന്നായി തിളങ്ങിയിരുന്ന, ഒപ്പം റെവല്യൂഷണറി എന്നറിയപ്പെടുന്ന ഒരു കവിയാണ് PB ഷെല്ലി, അഥവാ പേഴ്സി ബൈഷി ഷെല്ലി എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹം നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ജനിച്ചത് ഒരു ഓഗസ്റ്റ് 4-ാം തീയതി 1792 ജനിച്ചത് ഒരു കൺസർവേറ്റീവ് ഫാമിലിയിലാണ്, ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷേ യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ചു എങ്കിൽ പോലും സാമൂഹികമായിട്ടുള്ള അന്നത്തെ അവസ്ഥകളെ അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്താണ്, അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ അനുവർത്തിച്ച് വരേണ്ട പല കാര്യങ്ങൾക്കും അദ്ദേഹം എതിരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ എന്താണ്, അദ്ദേഹം വിദ്യാഭ്യാസ കാലത്ത് ഈ പ്രവണത അദ്ദേഹത്തിൽ നന്നായി മുട്ടിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ അദ്ദേഹത്തെ പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം എല്ലായ്പ്പോഴും ഒരു റിബൽ എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോലും അദ്ദേഹത്തെ പുറത്താക്കി. കാരണം അദ്ദേഹം നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നു എന്നുള്ള കാരണം വെച്ചിട്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. അങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ പ്രായോഗിക ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് വേണം പറയാനായിട്ട്. വിദ്യാഭ്യാസം ഏതാണ്ട് അതോടെ അവസാനിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൺസർവേറ്റീവ് ഫാമിലി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു കൺസർവേറ്റീവ് ഫാമിലിയിൽ നിന്നുള്ള ഒരു സ്ത്രീയെയാണ് വിവാഹം ചെയ്തത്. അവരുടെ പേര് ഹരീഡ് വെസ്റ്റ്ബ്രൂക്ക് എന്നാണ്. ഇത് 1811 എന്നാൽ ഈ ആരീസ് വെസ്റ്റ്ബ്രൂക്കിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ, അതായത് PB ഷെല്ലിയുടെ ചിന്താഗതികളുമായി ഒത്തുപോകുവാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അകന്ന് താമസിക്കേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, അകന്ന് താമസിക്കുന്ന കാലയളവിൽ തന്നെയാണ് മേരി എന്ന പേരുള്ള ഒരു കംപ്ലീറ്റ് നെയിം പറയുകയാണെങ്കിൽ മേരി ഗോഡ്വിൻ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയുമായിട്ട് അദ്ദേഹം എലോപ്പ് ചെയ്തു. അദ്ദേഹം എലോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒളിച്ചുവിടുക എന്ന് പറയാം. അപ്പം പ്രണയിനിയുമായി അദ്ദേഹം മേരി ഗോഡ്വിനുമായി അദ്ദേഹം ഒളിച്ചോടി. അങ്ങനെ ഇറ്റലിയിലെത്തി. എങ്കിൽ പോലും ഈ മേരി ഗോഡ്വിനെ കല്യാണം അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന ഒളിച്ചോട്ടമൊക്കെ നടത്തുമെങ്കിൽ പോലും അദ്ദേഹം മേരി ഗോഡ്വിനെ വിവാഹം ചെയ്യുന്നത് ആദ്യ ഭാര്യ, അതായത് വെസ്റ്റ്ബ്രൂക്ക് 1816 മുങ്ങി മരിച്ചു.
അവർ മുങ്ങി മരിച്ചതിന് ശേഷമാണ് നമ്മളുടെ PB ഷെല്ലി മേരി ഗോഡ്വിനെ വിവാഹം ചെയ്യുന്നത്. ഈ മേരി ഗോഡ്വിനുമായിട്ട് അദ്ദേഹം നമ്മുടെ വില്യം വേഴ്സ്വർത്തിനെ പോലെ തന്നെ അദ്ദേഹം പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ താല്പര്യമുള്ള ആളായിരുന്നു. പ്രകൃതിയോട് വളരെ അടുത്ത് ഇണങ്ങാനും അല്ലെങ്കിൽ ഇണങ്ങി ജീവിക്കുവാനും അദ്ദേഹം വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു യാത്ര പോകുമ്പോഴാണ് നമുക്കിത് ഏറ്റവും കൂടുതൽ യാത്രയിലുണ്ടാകുന്ന അനുഭവങ്ങളുമൊക്കെ വളരെ നേച്ചറുമായി വളരെ ഇണങ്ങി നിന്നുകൊണ്ട് അനേകം കവിതകൾ രചിച്ചിട്ടുള്ള ആളാണ്, റൊമാൻറ്റിക് പോയറ്റാണ് വില്യം വേർഡ്സ്വർത്ത്. അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും ഷെല്ലിക്ക് ഏതാണ്ട് പ്രകൃതിയോട് വളരെ അടുത്ത് ഇണങ്ങി ജീവിക്കുന്നതിനോടായിരുന്നു താല്പര്യം. അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന മറ്റൊരു കവിതയാണ് ഓട്ട്വേ സ്കൈലാർക്ക് എന്ന് പറയുന്ന കവിത. അങ്ങനെ ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളിപ്പം സ്കൈലാർക്കിനെ പറ്റി പ്രത്യേകമായിട്ടൊന്നും ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ കൂടിയും ഇന്ന് ഷെല്ലിയെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അതൊക്കെ അറിഞ്ഞിരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് ഓട്ട്വേ സ്കൈലാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ നേടിയെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഷെല്ലിക്ക് അത് കുറേ കൂടുതലായിരുന്നു. ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിമർശകർ തന്നെ അദ്ദേഹത്തെ വളരെ പുകഴ്ത്തിയല്ല, വളരെ ഇകഴ്ത്തി അക്കാലത്ത് സംസാരിക്കുമായിരുന്നു. കാരണം അദ്ദേഹം ഈ കൺസർവേറ്റീവ് വേൾഡിന് തന്നെ, യാഥാസ്ഥിക ലോകത്തിന് തന്നെ അദ്ദേഹം ഒരു ഭീഷണിയായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക ആ കാലത്ത് ജീവിച്ചിരുന്ന മിക്ക റിവ്യൂവേഴ്സിനും അദ്ദേഹത്തിന് തീരെ ഇഷ്ടമാണെന്ന് നമുക്ക് പറയുക വയ്യ. ഒന്ന്. ഇനി നമ്മൾ കവിതകളെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കവിതകൾ അദ്ദേഹം എഴുതി തുടങ്ങുകയും മനോഹരമായ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹം കവിതകൾക്ക് അല്ലെങ്കിൽ കവിത എന്ന് പറയുന്നത് എന്താണ് എന്ന് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. പോയട്രി ഈസ് ആൻ അൺപ്രീമെഡിറ്റേറ്റഡ് ആർട്ട്. പോയട്രി ഈസ് ആൻ അൺപ്രീമെഡിറ്റേറ്റഡ് ആർട്ട് എന്ന് പറയുന്നത് ഷെല്ലി നൽകിയ ഒരു ഡെഫിനിഷനാണ്, കവിതയ്ക്ക് നൽകിയ ഡെഫിനിഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങുമ്പോൾ തന്നെ എന്താണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരേ കാലത്ത് തന്നെ എന്താണ് റൊമാൻറ്റിക് പോയറ്റാണ്, അതേപോലെ തന്നെ അദ്ദേഹം റവല്യൂഷണറി പോയറ്റുമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നു എന്നുള്ള കാരണം വെച്ചിട്ടാണ് അദ്ദേഹത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ഈ ചിന്താഗതികളൊക്കെ എന്താണ് ഈ റവല്യൂഷണറി ഐഡിയകളൊക്കെ തന്നെ അദ്ദേഹം പലപ്പോഴും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മനോഹരമായ വാക്കുകളിൽ വർണ്ണക്കടലാസുകൾക്കുള്ളിൽ നമ്മൾ ചികഞ്ഞ് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള ഈ റവല്യൂഷണറി തോട്ട്സ്, റവല്യൂഷണറി ചിന്താഗതികളും ആശയങ്ങളും നമുക്ക് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ വായനയിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, അതിൻ്റെ വാച്യാർത്ഥം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ഒരു റൊമാൻറ്റിക് പോയറ്റാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ റൊമാൻറ്റിക് ആശയങ്ങൾക്ക് പിന്നിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ കാർട്ടൂണിന് പിന്നിൽ പലപ്പോഴും എന്താണ് റവല്യൂഷണറി ഐഡിയാസ് നമുക്ക് ദർശിക്കുവാൻ കഴിയും. എന്നാൽ സാങ്ക്യം എന്ന തിങ്കളോട് എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം നേരെയാണ് യാഥാസ്ഥിതിക ലോകത്തെ അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. അത് നമുക്ക് കവിത ഒരുപക്ഷെ ഞാൻ ആദ്യം എടുക്കാൻ പോകുന്ന കവിതയും അതുതന്നെയാണ്. ഇനി റൊമാൻറ്റിക് പോയിറ്റുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇവർ റൊമാൻറ്റിക് മൂവ്മെൻറ്റ്സിൽ ഏതാണ്ട് രണ്ടാമത്തെ തലമുറയിൽപ്പെട്ട ആളുകളിൽ ഒരാളാണ് നമ്മളുടെ PB ഷെല്ലി. ആദ്യം അദ്ദേഹത്തോടൊപ്പം ഒന്നുണ്ടായിരുന്നത് ലോർഡ് ബൈറന്, അതേപോലെ ജോൺ കീറ്റ്സ് തുടങ്ങിയവരൊക്കെ ഈ രണ്ടാം തലമുറയിൽപ്പെടുന്നവരാണ്. എന്നാൽ റൊമാൻറ്റിക് മൂവ്മെൻറ്റ്സിൽ, അതായത് റൊമാൻറ്റിക് പ്രസ്ഥാനം ആരംഭിച്ചത് ST കോളറിഡ്ജും അതേപോലെ തന്നെ വില്യം വേർഡ്സ്വർത്തുമാണ്. അവരെ നമ്മൾ പറയുമ്പോൾ ST കോളറിഡ്ജ് അല്ലെങ്കിൽ സാമുവൽ ടൈലർ കോളറിഡ്ജ് എന്ന് പറയുമ്പോഴും വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേഗത്തിൽ വരുന്നത് റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ വക്താക്കളാണ് അവർ.
എന്ന് വെച്ചിട്ട് നമ്മൾ പലരും പഠിപ്പിക്കുന്നതും പഠിച്ചവരൊക്കെ പറയുന്നത് കേൾക്കാം. റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഉടലെടുത്തത് ശരിക്കും പറഞ്ഞാൽ ഈ വില്യം വേഡ്സ്വർത്തിൻ്റെയും എസ്.ടി. കോളേജിൻ്റെയും കാലത്താണെന്നൊക്കെ പറയാറുണ്ട്. ഞാനങ്ങനെ കേട്ടിട്ടുമുണ്ട്. അത് ശരിയല്ല കേട്ടോ. അതായത് പിതാക്കന്മാരുണ്ടല്ലോ, ആദ്യ പിതാക്കന്മാരെന്ന് പറയുന്നത് ഒരാളുടെ പേരാണ് വാസ്തവത്തിൽ രണ്ടുപേരുടെ പേരും പറയേണ്ടതാണ്. ജോൺ സ്പെൻസറും ജഫ്രി ചൗസറും. അപ്പോൾ സ്പെൻസറും ചൗസറും എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ പിതാക്കന്മാർ അവരാണ്. അവരുടെ കവിതകളിലൊക്കെ തന്നെ, അതായത് കാൻറ്റർബറി ടെയിൽസ് എടുത്തിരുന്നാലും പ്രോത്തലാമിയൻ ആൻഡ് എപ്പിത്തലാമിയൻ എടുത്തിരുന്നാലും ഒക്കെ അതിനകത്ത് റൊമാൻറ്റിക് ഇലമെൻറ്റ്സ് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ റൊമാൻറ്റിസിസം ഡിക്ലൈൻ ചെയ്ത കാലത്ത് അതിനെ കുറച്ചുകൂടെ റിവൈവ് ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് എസ്.ടി. കോളറിച്ചും അതേപോലെ തന്നെ സാമുവൽ ടൈലർ കോളറിച്ചും അതേപോലെ വില്യം വേഡ്സ്വർത്തും നടത്തിയിട്ടുള്ളത്. ഇത്രയും പറയുമ്പോൾ എന്താണ്, ഈ കവികളുടെ പേരുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കവിതകളൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ എന്താണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ജോൺ കീറ്റ്സിനെ പറ്റി പറയുമ്പോഴും അതേപോലെ ഷെല്ലിയെ പറ്റിയും പറയുമ്പോഴും രണ്ടുപേരും തമ്മിൽ വളരെ ഐക്യരൂപ്യമുള്ള ഒരു കാര്യമുണ്ട്. ഈ രണ്ടുപേരും മരിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെയായിരുന്നു നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പ്രത്യേകിച്ച് ജോൺ കീറ്റ്സിൻ്റെ മരണം പറയുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായിട്ടുള്ള ഒരു ബോട്ട് യാത്രയിലാണ്. അത് ഏതാണ്ട് 1821 ഒരു ബോട്ട് അപകടത്തിൽ നമ്മുടെ ഷെല്ലിയും അതേപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ എഡ്വേർഡ് വില്യംസും മരണപ്പെടുന്നത് 1821. ഇത്രയും കാര്യങ്ങൾ ഈ ഷെല്ലിയെ പറ്റി എന്താണ് നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഷെല്ലിയുടെ മരണത്തിന് ശേഷം അതിദാരുണമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഷെല്ലി വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ട് ഏതാണ്ട് മരണത്തിന് ശേഷം 10 ദിവസങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തീരത്ത് അടിയുന്നത്. അദ്ദേഹത്തിൻ്റെ ശവശരീരം തീരത്ത് അടിയുന്നത്. ചെറുപ്പത്തിൽ മരിച്ചുപോയെങ്കിലും എന്താണ് ഇപ്പോഴും നമ്മുടെ മനുഷ്യ മനസ്സുകളിൽ ഷെല്ലിയുടെ സ്ഥാനം വളരെ വലുതാണ്. ഈ കവിതകൾ തന്നെ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഈ കവിതകളിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ മലയാള കവികളെ കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടി വരും. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഷെല്ലിയുടെ ആദ്യ കവിത നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം.